നമസ്കാരം. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പ്രതികാരം എന്നോണം ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. ആദ്യം വ്യാപാരത്തിലും പിന്നീട് വെള്ളത്തിലും പണികിട്ടിയ പാകിസ്ഥാന് അടുത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിതരണം നിലച്ചതോടെ ആരോഗ്യ മേഖലയിലെ സാരമായി ബാധിക്കുന്ന നിലയിൽ പ്രതിസന്ധി വളരുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. കൃത്യസമയത്ത് പരിഹരിക്കുവാനായില്ലെങ്കിൽ ഏകദേശം 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പാകിസ്ഥാന് കാത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ വാങ്ങൽ പാകിസ്ഥാൻ നിർത്തിയിരുന്നു. ഇതിലൂടെ പാകിസ്ഥാന് കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. വാസ്തവത്തിൽ പാകിസ്ഥാൻ പരമ്പരാഗതമായി ഇന്ത്യയിൽ നിന്ന് ഗവി വഴിയാണ് താങ്ങാനാവുന്ന വിലയിലുള്ള ആരോഗ്യപരമായ വാക്സിനുകൾ വാങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികൾക്ക് പുതിയതും ഉപയോഗിക്കാത്തതുമായ വാക്സിനുകളുടെ ലഭ്യത മെച്ചപ്പെടുത്താനായി 2000 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഗവി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിട്ടും ഗവി പ്രാബല്യത്തിൽ തുടർന്നു. കൂടാതെ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗവി വഴിയാണ് ഇന്ത്യയിൽ വാക്സിനുകൾ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നത്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഗവി വഴി പാകിസ്ഥാന് താങ്ങാനാവുന്നതും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ വാക്സിനുകൾ നൽകി. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം മെയ് മാസത്തിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിതരണം നിലച്ചു. കുറഞ്ഞ വിലയിൽ വാക്സിൻ ലഭിച്ചില്ലെങ്കിൽ ആരോഗ്യ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി കനക്കുമെന്ന് പാക് ആരോഗ്യമന്ത്രി മുസ്തഫ കമാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഏറെക്കാലമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തിരിച്ചടിയാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ 13 രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നാണ് സൗജന്യമായി പാകിസ്ഥാൻ കുട്ടികൾക്ക് നൽകുന്നത്. ഓരോ വർഷവും 62 ലക്ഷം കുട്ടികൾ ജനിക്കുന്നതിനാൽ ഇതിനുള്ള ചെലവും കൂടി വരികയാണ്. ലോക ആരോഗ്യ സംഘടന, യൂണിസെഫ്, ഗേറ്റ് ഫൗണ്ടേഷൻ പോലുള്ള സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹായത്താലാണ് പാകിസ്ഥാൻ ഇതിനുള്ള ചെലവ് കണ്ടെത്തുന്നത്. ഇവയിൽ വലിയൊരു ശതമാനം പ്രതിരോധ മരുന്നുകളും നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. അതിർത്തിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ പ്രതിരോധ മരുന്നുകൾ ലഭിക്കുന്നത് പാകിസ്ഥാന് വലിയ ആശ്വാസമായിരുന്നു. കോവിഡ് കാലത്ത് ഇതിനുള്ള വാക്സിനുകളും ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ വാക്സിൻ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം മുടങ്ങി. നിലവിൽ പ്രതിവർഷം $400 മില്യൺ പ്രതിരോധ മരുന്നുകളാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ 41% ചെലവും ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പദ്ധതി പ്രകാരമാണ് സഹായകമായി ലഭിക്കുന്നത്. ബാക്കി തുക പാകിസ്ഥാൻ കണ്ടെത്തിയാൽ മതിയായിരുന്നു. എന്നാൽ 2031 എത്തുമ്പോഴേക്കും വാക്സിൻ വാങ്ങാനുള്ള അന്താരാഷ്ട്ര സഹായം അവസാനിക്കുമെന്ന് മുസ്തഫ കമാൽ പറഞ്ഞു. അതിനുള്ളിൽ പാകിസ്ഥാന് സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാൻ ആയില്ലെങ്കിൽ $1.2 ബില്യൺ അധിക ബാധ്യത ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.